ഒന്നും ആർക്കും ഒന്നും പറ്റല്ലേ ദൈവമേ. ഓ മൈ ഗോഡ്. ഇത് വെറും 5th ഗിയറിലാണ് കിടക്കുന്നത്. എനിക്ക് പോകാനുള്ള സ്പേസ് ഉണ്ടോയെന്ന് അറിയില്ല. 4th ഗിയറിൽ 230, 124. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പ്ലാൻ ചെയ്ത് തിരിച്ചിട്ട് നടക്കാതെ പോയ പൂനെ ബാംഗ്ലൂർ ഹൈവേയിലോട്ടാണ് വീണ്ടും നമ്മൾ റൈഡിന് ഇറങ്ങിയേക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഇന്ന് കുറച്ച് ദൂരം ബാംഗ്ലൂർ പൂനെ ഹൈവേയിൽ കുറച്ച് ദൂരം ഒരു നൈസ് വൈബ് റൈഡ് അടിക്കണമെന്നൊരാഗ്രഹം കൊണ്ട് ഇറങ്ങിയതാണ്. ഇതാണ് നമ്മളന്ന് പറഞ്ഞ പൂനെ ബാംഗ്ലൂർ ഹൈവേ. ഏകദേശം 4-way, 1 സൈഡ് 4-way റൂട്ടാണ്. അധികം കട്ടറോ അങ്ങനെ വലിയ ബുദ്ധിമുട്ടോ അങ്ങനെ നൈസായിട്ട് വിട്ടടിച്ചൊക്കെ പോയാലോ. നല്ല ബ്ലോക്കുണ്ട്, തിരക്കുണ്ട്. ഈ സമയത്ത് എന്താണെന്നോ പതിവില്ലാതെ ഇന്ന് അങ്ങനെ തിരക്കുണ്ടാകേണ്ടതല്ല. നല്ല തിരക്കുള്ളതുപോലെ തോന്നുന്നു. എവിടെയെങ്കിലും ബ്ലോക്ക് ആണെങ്കിലും നല്ല രീതിയിലാവും. നല്ല തിരക്കാണ്. ഈ ഹൈവേയിൽ ഹെൽമെറ്റ് ഇല്ലാതെ ഒരുത്തന്മാർ ഇറങ്ങുന്നുണ്ടെന്നുള്ളതാണ്. പുള്ളി നൈസ് കത്തിയിലാണ് കത്തിക്കുന്നത്. പുള്ളിയോട് അടിച്ച് വിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ നൈസായിട്ട് തന്നെ എത്തുമെന്ന് തോന്നുന്നു. SD ആണെന്ന് തോന്നുന്നു. SD ആണ്. നമ്മുടെ സ്പീഡ് റേഞ്ച് കുറച്ചും കൂടെ കൂടുതലായതുകൊണ്ട് ഞാൻ എന്തായാലും അടിച്ച് കയറി വിടുവാണ്. SD ഒന്നും ഞാൻ നോക്കുന്നില്ല. നല്ല ഓപ്പൺ ആയിട്ടുള്ള റോഡാണല്ലേ. നല്ല സൂപ്പർ ബൈക്കൊക്കെ കൊണ്ടുവന്നിട്ട് പൊട്ടിക്കാൻ പറ്റിയ റോഡാണ്. എന്നാലും സൂപ്പർ ബൈക്സിനൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മുടെ വണ്ടിക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ പറയുന്നില്ല, എങ്കിലും ഇതേപോലെ RPM ഒക്കെ പൊട്ടിച്ച് ഇങ്ങനെ പറക്കാനൊക്കെ നമ്മുടെ വണ്ടിക്കും പറ്റും. റൈഡിൻ്റെ മൂഡ് കളഞ്ഞു. നല്ല തണുപ്പുള്ളതുകൊണ്ട് നമ്മുടെ വണ്ടിയുടെ എൻജിൻ നല്ല തണുത്തിട്ടുള്ളതുകൊണ്ട് പെർഫോമൻസ് നല്ല രീതിയിൽ കിട്ടും. രാത്രി വണ്ടി ഓടിക്കുന്നതുകൊണ്ട് പിന്നെ അങ്ങനൊരു ഗുണം കൂടെ ഉണ്ട്. എൻജിൻ നല്ല കൂളിംഗ് ആയിരിക്കും. സാധാരണ പകൽ വണ്ടി ഓടിക്കുന്നതാണൊക്കെ നമുക്ക് ഒരു വൈബ്രേഷൻ പോലൊക്കെ ഉള്ള അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കുറവായിരിക്കും. പിന്നെ ഹൈവേയിൽ ബ്രേക്കിംഗ് ഒക്കെ അത്യാവശ്യം കംഫോർട്ടായിട്ട് കൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു സ്മൂത്ത് റൈഡൊക്കെ അടിച്ച് ഫിൽട്ടറൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ പോവാം. പിന്നെ ഹൈവേ കയറി കഴിഞ്ഞാൽ ഇതാണൊക്കെ മച്ചന്മാർ കാണും. നല്ല പൊളിച്ച് വണ്ടി ഓടിക്കുന്ന ടാക്സി ഡ്രൈവർമാരും ഹൈവേ ടീമുകളൊക്കെ കാണും. അവരോടൊക്കെ നൈസിന് അടിച്ചു വിടുകയാണെന്നുണ്ടെങ്കിൽ ഡെസ്റ്റിനേഷൻ പെട്ടെന്ന് എത്തും. നല്ല നൈസ് റോഡല്ലേ. പിന്നെ രാത്രി ആണ്ടിലാണൊക്കെ ഹെവി വെഹിക്കിൾസൊക്കെ ഒരുപാട് കാണും. അവർ പിന്നെ ഒരു സൈഡ് പിടിച്ച് വലത് പിടിച്ച് അങ്ങ് പോകത്തേ ഉള്ളൂ. അത് പറഞ്ഞപ്പോഴാ ഈ ഹെവി വെഹിക്കിൾസ് വലത് പിടിച്ച് ശരിക്കും പോകുന്നത് നല്ലതാണോ?
അല്ലെങ്കിൽ അവരെന്തുകൊണ്ടായിരിക്കും അങ്ങനെ വലത് പിടിച്ച് വണ്ടി ഓടിക്കുന്നത്? സാധാരണ എല്ലാ വണ്ടികളും വലത് പിടിച്ചായിരിക്കും ഒരുവിധം വലിയ ഹെവി വെഹിക്കിൾസ് പോകുന്നത്. കാരണം നമ്മുടെ ഇന്ത്യൻ റോഡ്സ് നല്ല ഒരുവിധം എവിടെ ചെന്നാലും ഏറ്റവും ലാസ്റ്റിലെ ട്രാക്കായിരിക്കും ഒരുവിധം യൂസ് ചെയ്യണമെന്നാണ്. എന്താണ് ഇന്ത്യൻ റോഡിൽ ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഇടും. നമ്മൾ വരുന്ന സ്പീഡ് അറിയത്തുകൂടിയില്ല. ഞാനിപ്പോൾ വന്നുകൊണ്ട് 110 ഞാൻ കണ്ടില്ല. അതിൽ എയറോഡൈനമിക് ഒരു ഹെൽമെറ്റും കൂടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ കയ്യിൽ എക്സോറിൻ്റെ അപ്പെക്സിൻ്റെ ഹെൽമെറ്റാണ്. സോ അത്ര വലിയ സീനില്ല. പിന്നെ നമ്മൾ ആദ്യം തൊട്ടേ അധികം വലിയ വണ്ടിയിലൊന്നും ട്രൈ ചെയ്യാതെ 220 തന്നെ കൊണ്ട് നടക്കുന്നതുകൊണ്ട് അത്ര വലിയ വേറെ വണ്ടികൾ ഓടിക്കുന്നതിന് ഡിഫറൻസ് ഒന്നും വലുതായിട്ട് അറിയില്ല. ഫ്യൂച്ചറിൽ നമ്മൾ വലിയ വണ്ടികളൊക്കെ ഓടിച്ച് ഇടുന്നതായിരിക്കും വ്ളോഗും കാര്യങ്ങളൊക്കെ. ഈ വ്ളോഗൊന്നും ഇതുവരെ തുടങ്ങാത്തതുകൊണ്ടാണ് അങ്ങനെയൊന്നും ശ്രമിക്കാതിരുന്നത്. നമുക്ക് വണ്ടികളൊക്കെ കിട്ടാവുന്നേ ഉള്ളൂ റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. കുറച്ച് ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു നൈസ് ടേണുണ്ട്, ഒരു വളവ്, ഒരു നല്ല വീതിയുള്ളതാണ്. നല്ല ഓപ്പണായിട്ട് കിട്ടുവാണെങ്കിൽ പൊളിയായിരിക്കും. മിക്കവാറും നല്ല ബ്ലോക്കായിരിക്കും. ഏതൊരു മച്ചാൻ ഹെൽമറ്റോ സീനോ അങ്ങനൊന്നും ഇല്ല. നമ്മൾ തട്ടിയാലും പണി വാങ്ങും. പിന്നെ ഇതായിരുന്നു ഞാൻ പറഞ്ഞ ആ ടേൺ. പക്ഷെ നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടിച്ചങ്ങ് പോയായിരുന്നു. നല്ല ഭാഗ്യം ഉണ്ടോയെന്നറിയില്ല, അതിൻ്റെ ഇടയിൽ കൂടെ അവനോ ബ്രേക്കും ചവിട്ടി. സ്പ്ലെൻഡർ മച്ച ഒരേ ഗിയറൊക്കെ വന്നല്ലേ. എത്ര സ്പീഡിലാണ് പോകുന്നത്? 81 ഉള്ളല്ലോ പുള്ളി. മീറ്റർ കാണുന്നില്ല എനിക്ക് ഇവിടുന്ന്. എൻ്റെ വണ്ടിയുടെ മീറ്റർ ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാണാമല്ലോ 80 പോകുന്നത്. സ്പ്ലെൻഡർ മച്ചാന് കമ്പനിക്കാണെന്ന് തോന്നുന്നു ഒരു ആക്റ്റീവ മച്ചാൻ ഇറങ്ങിയിട്ടുണ്ട്. മച്ചാന്മാരെല്ലാം യാതൊരുവിധ ഗിയറോ സേഫ്റ്റി ഗിയേഴ്സോ ഒന്നുമില്ലാതെ ഉണ്ട് എങ്ങനെ പോകുന്നോ എന്തോ. നമ്മളൊക്കെ പേടിച്ച് വണ്ടി ബ്രേക്ക് ഔട്ടേണ്ട അവസ്ഥ വരും. എന്നാലും ടീംസ് വെച്ചറിഞ്ഞിട്ട് പോക്കാം. പോയി പുള്ളി. സ്പ്ലെൻഡർ വെച്ചാലൊന്നും ഒരു വച്ചാലും അല്ല, ആക്റ്റീവ് വെച്ചാൽ കയറി പോയി. അതുകൊണ്ട് ഇൻഡിക്കേറ്റർ കേട്ട് ഓ മൈ ഗോഡ്. ഇവിടെ പിന്നെ ഇൻഡിക്കേറ്ററൊക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പിന്നെ നല്ല വിശ്വസിച്ച് റോഡിൽ വണ്ടി ഇറക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇന്ത്യ ഈസ് നോട്ട് ഫോർ ബിഗിനേഴ്സ്. സാധാരണ ഈ റോഡുകളെല്ലാം ഒരുവിധം ഓപ്പൺ റോഡായിട്ട് കിടക്കേണ്ടതാണ്. എന്തോ ഇന്ന് നല്ല തിരക്കുണ്ട്, എങ്കിലും പൊട്ടിച്ച് പോവാം. കണ്ടോ ട്രാക്കൊന്നും വരച്ചിട്ടില്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നു. തോന്നിയ കണക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെക്കാം. ഇവിടെ ക്യാമറ ഉണ്ട്. അതാണ് ക്യാമറയുടെ ഇതാണെന്ന് തോന്നുന്നു അവിടെ കണ്ടത്. അതുകൊണ്ട് ഈ മേളിലിരിക്കുന്ന ക്യാമറ, അതുകൊണ്ടാണ് ഒരുപാട് അവന്മാർ ചവിട്ടി പോകുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈവേയുടെ ഉള്ളിലോട്ടുള്ള റോഡാണ്. ഹൈവേ കഴിഞ്ഞിട്ട് ഉള്ളിലോട്ടുള്ള റോഡാണ്.
ഇത് ഏകദേശം ഒരു 4-5 വരി പാത വീതിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ റോഡിന് നല്ല വീതിയാണ് അവിടെ. പിന്നെ നല്ല വൃത്തിയായിട്ട് പണിഞ്ഞിട്ട് കാണും. പക്ഷെ വിശ്വസിക്കാൻ പറ്റില്ല, എത്ര വൃത്തിയായിട്ട് പണിഞ്ഞിട്ടാലും പൊതുവുള്ളൊരു ഗുണമാണല്ലോ എവിടെയെങ്കിലുമൊക്കെ കുഴി ഉണ്ടാക്കിയിടുന്നു. സോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം ഫ്രണ്ടിൽ ഒരു കുഴിയോ പുള്ളി ഭാഗ്യം ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ടിട്ടാണ് മാറ്റിയത്. എന്തോ തോന്നിയെന്തോ. Move it, buddy. കൊല്ലാപ്പൂർ മുംബൈ 150 കിലോമീറ്റർ. ഈ റോഡ് റൈറ്റ് പിടിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോകുന്ന വഴി തന്നെ അത് 155 കിലോമീറ്ററിന് അപ്പുറം മുംബൈ ആണ്. 155 ഉള്ളൂ, അറിയില്ല. 155ൻ്റെ അപ്പുറത്ത് മുംബൈ ആണ്. ഓ ഗോഡ്. എൻ്റെ പാട്ട് നിലച്ചു ഗായ്സ്. പാട്ടില്ലെങ്കിൽ പിന്നെ നമുക്കൊരു എനർജി കാണില്ല വണ്ടി ഓടിക്കാൻ. ചെറിയൊരു സൗണ്ടിൽ ഒരു സോങ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബോറില്ലാതെ അങ്ങ് പോകാം. എന്നാ പറ്റിയുണ്ടോ? 12 മണി ആയപ്പോൾ നിർത്തിയതാണോ? പണ്ടെപ്പോഴും ഓണാക്കിയിട്ടൊരു സെറ്റിങ്ങാണ്. ഇതിപ്പോൾ എവിടെ ഇനി ഇതിൻ്റെ സെറ്റിങ്സിൻ്റെ ബാക്കെന്ന് എനിക്കറിയില്ല. അപ്പോൾ ലെറ്റ്സ് ഗോ അല്ലേ. അതാണ് നമ്മുടെ ഷട്ടർ ബോർഡ്. ആ ഹോണടി മനസ്സിലായവർക്ക് മനസ്സിലായി എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ നമ്മൾ ഹൈവേയിലോട്ട് കയറുകയാണ്. ഹൈവേയിലോട്ട് കയറുമെന്ന് പറഞ്ഞ് വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട, കാരണം മുടിഞ്ഞ ബ്ലോക്കാണ് ഈ ഏരിയ. പിന്നെ വലിയ വലിയ ഹെവി വെഹിക്കിൾസിൻ്റെ ഏരിയ കളിയും. ഇതിൻ്റെ ഇടയ്ക്ക് അവിടെയാണ് നമ്മൾ ശ്രദ്ധ മാറിയാൽ കയറി ഒട്ടും. ദൂരമായിരിക്കുമല്ലോ ഇവർ ഈ വണ്ടി കൊണ്ടുകൊണ്ട് പോകുന്നത്. എല്ലാ ഹെവി ഡ്രൈവർമാരും ദിവസങ്ങൾ 1, 2, 3, 4 ദിവസം റൈഡും അടിച്ചാണ് പോകുന്നത്. റൈഡർമാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് ശരിക്കും റൈഡർമാർ. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. നമ്മുടെ ബൈക്ക് റൈഡർമാർ ചിലവരുണ്ട്, റൈഡിന് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചങ്ങോട്ട് എല്ലുമ്പോഴേ കുഴഞ്ഞു മരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവരൊക്കെ എത്ര മണിക്കൂർ ഒരേ ഇരിപ്പിരുന്ന് അതും കാല് വെച്ച് ചവിട്ടി പറിച്ച് എന്ത് സ്ട്രെയിനാണെന്നറിയോ നടുവിനൊക്കെ. മണിക്കൂറോളം സെയിം പരിപാടി. അത് നമ്മുടെ റോഡിൻ്റെ ഇതാണെങ്കിൽ ജമ്പായിട്ടുള്ള അവസ്ഥ പിന്നെ പറയാൻ വേണ്ടല്ലോ. ഇവരൊക്കെ ഒരു ട്രാക്ക് അനുസരിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ഭംഗിയായിരുന്നല്ലേ. നമ്മൾ നൈസായിട്ടൊരു ട്രാക്ക് അടിച്ച് പോകുമായിരുന്നു. ബട്ട് വാട്ട് വിൽ ഡു.
ഇവിടെ ഇത് കണക്കൊക്കെയാണ് അവസ്ഥ. ഒരു കാര്യമില്ലാതെ ഇതൊക്കെ ചവിട്ടി നിർത്തിക്കളെ. പിന്നെ നമ്മളിത് കണക്ക് മണലൊക്കെ പിടിച്ച് ഫുള്ള് പൊടിയാക്കി ഞാനവിടെ. അവൻ അതിലും വലിയ പണി പിന്നെ കൊടുക്കാൻ പറ്റും. എന്തായാലും മനസ്സറിഞ്ഞ് കൊടുത്തിട്ടുള്ള പണിയല്ലെങ്കിലും എന്ത് ഭംഗിയല്ലേ റോഡിൻ്റെ സൈഡിലൊക്കെ ഇത് കണക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. ഇതിപ്പോൾ ക്രിസ്മസ് അനുബന്ധിച്ചിട്ടതാണോ അതോ എന്തെങ്കിലും ഫങ്ഷൻ ആണോ എന്നറിയില്ല. പൊതുവേ മഹാരാഷ്ട്രയിൽ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിൽ റോഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവർ അലങ്കരിച്ച് സെറ്റാക്കും. ഐ തിങ്ക് സോ മേളിലങ്ങാണ്ട് എന്തോ ഫങ്ഷൻ നടക്കുന്നുണ്ട്. സേവ് എനർജി മാൻ എന്നൊന്നും പറയാൻ പറ്റില്ല. സേവ് വൈബ് മാൻ. അതിപ്പോൾ എന്നെ ഒട്ടിക്കാനുള്ള പരിപാടിയാണെന്നൊന്നും അറിയത്തില്ല. ഇപ്പം ലെഫ്റ്റ് പോകണോ റൈറ്റ് പോകണോ എന്നുള്ള കൺഫ്യൂഷനാകും. ഇനി ഫ്രണ്ടിലോട്ട് പോകാൻ നേരത്ത് നമ്മൾ മുമ്പിലത്തെ ഒരു വൈബ് വളവിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. ആ വൈബ് വളവിൻ്റെ ഒരു ഓപ്പോസിറ്റ് സ്ഥലം കിട്ടുന്നുണ്ട്. ഓപ്പൺ റോഡാണെങ്കിൽ പൊളിയായിരിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ ഒരുത്ത വലതൊക്കെ പിടിച്ച് വേണ്ട ഇത് എവിടെ പോകണോ എന്തോ അമേരിക്കൻ റോഡിലും കണ്ട് ഓടിച്ചിട്ട് വരുമോ. ആ മോനെ പൊളി. ഇതാണ് ഞാൻ പറഞ്ഞ ആ വളവിൻ്റെ എതിർപ്പാവും. ബ്രേക്ക് പിടിപ്പിച്ചില്ല അവൻ. ആകെ അതിങ്ങനെ അട്ടിച്ച് കയറി വരണം. മച്ചാനെന്താ പൊളി വിളിക്കുവോ. ഓ മാൻ മൂട് കളഞ്ഞു. വീണ്ടും ഒരു ഓപ്പൺ റോഡ്. ഓ നൈസ്. ഇതിപ്പോൾ 4th ഗിയറിലാണ് നടക്കുന്നത്. 4th ഗിയർ എത്ര കിലോമീറ്റർ സ്പീഡ് വരെ അല്ലെങ്കിൽ ഇത് 3rd ഗിയറാണ്. ഇതിപ്പോൾ 4th ഗിയർ കിട്ടും. 4th ഗിയറിൽ 220, 124. ഇനി പോയാൽ ഞാൻ ചിലപ്പോൾ മേപ്പോട്ട് പോകും. റൈഡ് അടിച്ചുള്ള വൈബ് പോവാണെന്നുണ്ടെങ്കിൽ അങ്ങ് അടിച്ച് കയറി പോവാം. പക്ഷെ വ്ളോഗ് ചെയ്തുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ നിന്നാൽ അത്ര കംഫോർട്ട് ലെവലല്ല. നമുക്കിങ്ങനെ ലിക്വിഡ് കൂളൽ എൻജിനൊന്നും വേണ്ട. നമ്മുടെ ഓൾഡ് സ്കൂൾ 210 തന്നെ ധാരാളം. പൊട്ടിച്ച് പോകാൻ. മൈ ഗോഡ്. പിന്നെ ഇടയ്ക്ക് നമ്മളിങ്ങനെ 6ാമത്തെ കയറിയിട്ട് നോക്കും. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതേ ഉള്ളൂ നമ്മുടെ മച്ചാന് ഒരു സീൻ. പൊളി. നൈസ്. ഹൈവേ വൈബ് അടിപൊളിയല്ലേ. നൈസായിട്ട് പൊട്ടിച്ച് പോവാം. ഫുൾ ത്രോട്ടർ ആക്സിലേറ്റർ കൊടുത്ത് നമുക്ക് റൈഡ് അടിക്കണമെങ്കിൽ ഇത് കണക്ക് രാത്രി ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ ഇത് കണക്ക് പൊട്ടിച്ച് പോവാം. പിന്നെ നിർത്താനും കൂടെ അറിയണം. പിന്നെ ഒരു റൈഡർമാരും വലിയ സംഭവമല്ല. എല്ലാം വണ്ടി ഓടിച്ച് കിട്ടുന്നൊരു എക്സ്പീരിയൻസാണ്. അടിപൊളി. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ബ്ലോക്ക് ആയിരിക്കും. ഐ തിങ്ക് സോ ഫ്രണ്ടിൽ അവനെ പണി പറ്റിച്ചാണെന്ന് തോന്നുന്നു. ഓ മൈ ഗോഡ്. അതൊരു വലിയ സീനാണെന്ന് തോന്നുന്നല്ലോ.
ഓ ഗോഡ്, നല്ല താങ്ങി മാൻ. ആർക്കും ഒന്നും പറ്റല്ലേ ദൈവമേ. ഓ മൈ ഗോഡ്. ബാക്കിലപ്പം എന്തായിരിക്കും വന്ന് തട്ടിയത്? ഇവനാണോ? ഓ ഇവനാ ബാക്കിൽ തട്ടിയത്. എന്തായാലും വണ്ടിക്കകത്തിരിക്കുന്നവർക്ക് ഒന്നും പറ്റിയില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ആക്സിഡൻ്റൊക്കെ കണ്ടപ്പോഴത്തേക്ക് മനസ്സിൽ പല ചിന്തകളായി, പല ചിന്തകളായി. എപ്പോഴും ശ്രദ്ധിക്കുക, ഒറ്റടയിൽ ഇന്ത്യ ഈസ് നോട്ട് ഫോർ ബിഗിനേഴ്സ്. നല്ല ശ്രദ്ധയോടെയും പിന്നെ നല്ല വണ്ടി റോഡിലിറക്കാനുള്ള നോളജും ഉണ്ടായിട്ടേ സ്വന്തമായിട്ടൊരു വണ്ടിയും കൊണ്ടുകൊണ്ട് ഇതിനൊക്കെയുള്ള വലിയ വലിയ ഹൈവേ അങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ കയറ്റാവും. പിന്നെ ഓരോ വട്ടം വണ്ടി ഓടിക്കുമ്പോൾ എക്സ്പീരിയൻസ് കൂടി വരും. പിന്നെ എല്ലാം നല്ല ധൈര്യം വേണം വണ്ടി ഓടിക്കാൻ. എൻ്റെ സ്റ്റിയറിംഗ് ആണെങ്കിലും ഹാൻഡിലാണെങ്കിലും പണി അറിയാവുന്നവൻ ഒരുവിധ ആക്സിഡൻറ്റിൽ നിന്നൊക്കെ രക്ഷപ്പെടും. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. പിന്നെ ബ്രീസക്കാരനെ നമ്മൾ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. എന്തായാലും ആർക്കും ആക്സിഡൻറ്റോ മറ്റോ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപകടം ഒരു വലിയൊരു തൊല്ലയാണ്. ശരിക്കും അപകടം പറ്റുന്നത്. ആർക്കും അങ്ങനൊന്നും പറ്റാതിരിക്കട്ടെ. നിങ്ങളും പ്രാർത്ഥിക്കും. നല്ല കുട്ടികൾ പറയുന്നത് ദൈവം പെട്ടെന്ന് കേൾക്കുമെന്നല്ലേ? നിങ്ങളെല്ലാവരും നല്ലവരല്ലേ? പിന്നെ ഹൈവേയിൽ ഒരു റൂളുണ്ട്. സ്പീഡിൽ പോകുന്നവർക്ക് ഒരു ട്രാക്ക് കൊടുത്തിട്ടുണ്ട്. ആ ട്രാക്ക് സ്പീഡിൽ പോകുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി കൊടുക്കുക. പോളോ അച്ഛൻ കിടിലാണോ? ആ മോനെ ആ പോളി പൊട്ടിയാവട്ട് പോളോ മോനെ. പോളോടൊന്നും പിടിക്കാൻ നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല. പിന്നെ ഒരു വൈവ് പോളോടെയൊക്കെ കൂടെ പിടിക്കുന്നത് കൊള്ളാം. വള്ളി ഒപ്പിച്ച് വെക്കരുത്. ഓളയൊക്കെ വള്ളി ഒപ്പിച്ച് തരാൻ വേണ്ടിയുള്ള നിൽപ്പാക്കുന്നത്. തറയിൽ അടിച്ചു കയറി വരുമെന്ന് തോന്നുന്നു. ഒരു സൈഡിൽ സ്ഥലം കൊടുത്ത് വണ്ടി ഓടിക്കാം. ഓളം മച്ചാൻ ചില പാട്ടിച്ചിറക്കി കയറി വന്ന് കയറും. വരുന്നുണ്ട്. ആ വെള്ള വെട്ടം മച്ചാൻ്റെയാ. ഓം വരുന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും ഗൈസ്, നമ്മുടെ ചെറിയ ഹൈവേയിലെ വൈബ് ഇവിടെ അവസാനിക്കുകയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാണാം. ഇത് വെറും 5th ഗിയറിലാണ് നടക്കുന്നത്.
എനിക്ക് പോകാനുള്ള സ്പേസ് ഉണ്ടോയെന്ന് അറിയില്ല. അല്ലെങ്കിൽ ഒരു 220യുടെ ഒരു 150 അടിച്ച് കാണിക്കുമായിരുന്നു. ഇപ്പോൾ നോ, വി ഡോണ്ട് ഹാവ്. അമ്മാരാ മൂട് കളഞ്ഞു, അതിനും പറ്റില്ല.